അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ ബാക്കിൽ കൂടെ വന്നിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ആ ചേട്ടൻ്റെ ഒരു പ്രത്യേകത ഞാൻ പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട്, ഞാനായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചേട്ടൻ നമ്മുടെ ഹെൽമെറ്റ് ധരിച്ചിട്ട് എപ്പോഴും സൈക്കിൾ ഔട്ടുള്ളൂ. അതിൻ്റെ ബാക്കിലൊരു ബോർഡുണ്ട്, ഹെൽമെറ്റ് ധരിക്കുന്നു ബോധവൽക്കരണത്തിൻ്റെ ഒരു ബോർഡ്. ആ ചേട്ടൻ ഞാൻ വേറൊരാളായിട്ട് അറിഞ്ഞപ്പോൾ ആ ചേട്ടൻ LICയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ആ സേഫ്റ്റിയും ആ ബോധവൽക്കരണ ആണ് ആൾ ആ ഹെൽമെറ്റ് ഒരു സൈക്കിൾ ഔട്ട്. അപ്പോൾ ആ ചേട്ടൻ ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ ആ ചേട്ടനെ വെയിറ്റ് ചെയ്താൽ നിൽക്കണേ. ഓക്കെ, ചേട്ടനെ നമ്മൾ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ചേട്ടനെ കുറേ നാളായിട്ട് ഇങ്ങനെ ഹെൽമെറ്റ് വെച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലതവണ ചോക്കിന്ന് വെച്ചതാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട് എവിടെയായിട്ടാണ്? എൻ്റെ വീട് കോന്നൂര്. ഇതിപ്പോൾ ഈ ഹെൽമെറ്റ് വെച്ചത് ചേട്ടൻ എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ പൊതുജനങ്ങൾക്ക്? അതായത് പൊതുജനങ്ങൾക്ക് ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന ഇരുചക്ര വാഹനക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു സന്ദേശം. അവർ ഹെൽമെറ്റ് തലയിൽ വെക്കും, പക്ഷെ ക്ലിപ്പ് ഇടില്ല, അല്ലെങ്കിൽ കൈത്തണ്ടയിൽ തൂക്കിയിടും, അല്ലെങ്കിൽ പെട്രോൾ ടാങ്ക് വെക്കും, അല്ലെങ്കിൽ കണ്ണാടിച്ചിലും വെക്കും, അല്ലെങ്കിൽ പിന്നിലിരിക്കുന്ന ആളുടെ കൊടുക്കും. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സന്ദേശമാണ് എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ ഇത് എത്ര വർഷമായിട്ട് ഈ ഇങ്ങനെ ഹെൽമെറ്റ് വെച്ച് ഇങ്ങനെ? 38 വർഷം ബൈക്കിൽ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്തിരുന്നു. 38 വർഷം. അപ്പോൾ എനിക്ക് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ അപകടം സംഭവിക്കുമ്പോൾ തലയിൽ ഹെൽമെറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ അനുഭവം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബൈക്ക് യാത്ര ഒഴിവാക്കി 8 വർഷം സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പോഴും ഈ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ചേട്ടൻ ഈ സേഫ്റ്റി തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണോ ഈ ഹെൽമെറ്റ്? അതെ, എനിക്കും സേഫ്റ്റി, എൻ്റെ കുടുംബത്തിനും സേഫ്റ്റി, മറ്റുള്ളവർക്കും സേഫ്റ്റി, സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു സന്ദേശം. പിന്നെ ബാക്കിയുള്ളവർക്ക് ഇതൊരു സന്ദേശവുമായിട്ട് ഈ യാത്രയുടെ ലക്ഷ്യം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു ബോർഡും കൂടി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഈ ബോർഡാണ് ഞാൻ ഫസ്റ്റ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ ബോർഡ് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് ഈ നമ്പർ കിട്ടിയത്. അങ്ങനെ ഞാൻ ഈ നമ്പറിൽ വിളിച്ചിട്ടാണ് ഈ ചേട്ടനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ചേട്ടൻ്റെ പേര് അശോകൻ. 66 വയസ്സുള്ള അശോകൻ ചേട്ടനാണ്. അശോകൻ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ LICയിലും കൂടിയിട്ടാണ്. അപ്പോൾ LIC എന്ന് വെച്ചാൽ അറിയാലോ, എല്ലാവരും ലൈഫ് ഇൻഷുർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ലൈഫ് ഇൻഷുർ ചെയ്യുന്നതോടൊപ്പം തന്നെ അപകടം ഇല്ലാതിരിക്കാനും കൂടിയിട്ടുള്ള ഒരു സന്ദേശവുമായിട്ടാണ് നമ്മുടെ അശോകേട്ടൻ്റെ, അതായത് അശോകേട്ടൻ കൂടുതലും സൈക്കിളിൽ യാത്ര ചെയ്യണേ. ഏകദേശം കിലോമീറ്ററോളം. അങ്കമാലിക്ക് പോയിട്ടോ? അങ്കമാലി, എറണാകുളം, തൃശ്ശൂർ 2 ജില്ലയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ നോക്കാം, അതായത് നമ്മുടെ കൊരട്ടിയിൽ നിന്ന് എറണാകുളം വരേക്കും, കൊരട്ടിന്ന് തൃശ്ശൂർ വരേക്കും ഏകദേശം. അപ്പൊ ഈ ചേട്ടൻ്റെ ഒരു പ്രത്യേകത ചേട്ടൻ പറയുന്നത്, തൃശ്ശൂർ പൂരത്തിന് സൈക്കിളിൽ പോയി തൃശ്ശൂർ പൂരം കണ്ടുവന്ന അശോകേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അശോകേട്ട പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ, ബൈ. അപ്പോൾ എന്തെങ്കിലും ഒരു സന്ദേശം കൂടി പൊതുജനങ്ങൾക്ക് കൊടുക്കാണ്ടെങ്കിലും ഒന്ന് കറക്റ്റായിട്ട്. അതായത് ഇപ്പോൾ എൻ്റെ യാത്രയിൽ എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല, ഗുളികയില്ല, മരുന്നില്ല, ഒന്നും ഇപ്പം നിലവിലില്ല. ഇനി അടുത്ത നിമിഷം എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ചിലവ് കുറഞ്ഞ യാത്ര, പെട്രോൾ അടിക്കേണ്ട ഇന്ധന ചിലവില്ല. അപ്പോൾ കുറഞ്ഞ ചിലവ്, ആരോഗ്യത്തിന് കൂടുതൽ സംരക്ഷണം, ദീർഘായുസ്, ഇതൊക്കെയാണ് എൻ്റെ യാത്രകാലത്തെ ഈ സൈക്കിളിലെ ലക്ഷ്യങ്ങൾ. യാത്രയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഓക്കെ, താങ്ക് യു.